എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള മൊഡ്യൂളാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 വീഡിയോ നമ്മൾ ചെയ്തു. ഇന്നത്തേത് നമ്മൾ 3ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ്സിൽ സയൻസിലെ 6ാമത്തെ അധ്യായമായ നിർമ്മല പ്രകൃതിക്കായി എന്നുള്ള ചാപ്റ്ററാണ്. 6ാം ക്ലാസ് സയൻസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം നിർമ്മല പ്രകൃതിക്കായി എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും അതുപോലെ ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നിർമ്മല പ്രകൃതിക്കായി. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു മരത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ആറ്റുവക്കത്തെ ഒരു മരം മണ്ണിൽ വേരൂന്നി വിണ്ണിൽ പടർന്ന് ആഴത്തിൽ ജലം തേടി പന്തലിച്ചങ്ങനെ നിൽക്കുന്നു. മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മരത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി ആഹാരം നിർമ്മിക്കുന്നു. മറ്റുള്ളവർക്കായി കരുതി വെക്കുന്നു. സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്ത് വിടുന്നു. ഒരു മരം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സ്വീകരിച്ച് പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കാർബൺ ഡൈ ഓക്സിജന് അളവിൽ കൂടുതൽ പുറത്തു വിടുന്നു. ഭക്ഷണം സ്റ്റോർ ചെയ്ത് മറ്റുള്ളവർക്കായി കരുതി വെക്കുന്നു. മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. മരത്തിൻ്റെ നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങൾ ആവശ്യമാണല്ലോ. മറ്റു ജീവജാലങ്ങൾ ഈ ഘടകങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ മത്സ്യങ്ങളാണെങ്കിൽ വായു എങ്ങനെയാണ്? ജലത്തിലെ വായു ശ്വസിക്കുന്നു. മണ്ണാണെങ്കിൽ ജലാശയങ്ങൾ നിലനിൽക്കുന്നത് മണ്ണിലാണ്. ജലം ജലത്തിൽ ജീവിക്കുന്നു. ഇതുപോലെ പക്ഷികൾ, പ്രാണികൾ, ജലസസ്യങ്ങൾ, മനുഷ്യർ എന്നിവയെക്കുറിച്ചും കൊണ്ടൊക്കെ ടേബിൾ എഴുതാനാണ്. പിന്നെ നമുക്ക് പരീക്ഷണങ്ങളാണ്. ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മണ്ണുകൾ എടുത്തുകൊണ്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യാനാണ്. മണ്ണിലെ ജൈവാംശം, ചളി ഒക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റ് അതാണ്. പിന്നെ മണ്ണിലെ ഈർപ്പം തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളില്ല. ഇതൊക്കെ നമുക്ക് ആ ടെസ്റ്റ് ചെയ്യേണ്ട രീതികളാണ് പറഞ്ഞത്. ഇനി മണ്ണിൻ്റെ ജലാകിരണ ശേഷി പരിശോധിക്കാനുള്ള ടെസ്റ്റുകളാണ്. അതും അവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാബിൽ പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് മണ്ണിലെ ജലാംശം. മണ്ണിലെ ജലാംശത്തിൽ അല്ലെങ്കിൽ മണ്ണിലെ ജൈവാംശം കണ്ടെത്തുന്നുള്ള ടെസ്റ്റുകളാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നോക്കേണ്ടത്, ജൈവാംശത്തിൽ നോക്കേണ്ടത് മണൽ, ചെമ്മണ്ണ്, മരങ്ങൾ നിറഞ്ഞ സ്ഥലത്തെ മണ്ണ് എന്നിവ ഒരേ അളവിൽ 3 ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കൂ. ഓരോന്നിലും അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുക. അപ്പോൾ മണ്ണിൻ്റെ ജൈവാംശം ടെസ്റ്റ് ചെയ്യാൻ എന്താണ് ഒഴിക്കേണ്ടത്? ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഒഴിക്കേണ്ടത്. മണ്ണിലെ ജൈവാംശം ടെസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിലാണ് മണ്ണിലെ ജൈവാംശം അറിയുന്നതിന് വേണ്ടി, ജൈവാംശം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിലേക്ക് ഒഴിച്ചാൽ കൂടുതൽ പതഞ്ഞു പൊങ്ങുന്നതാണ് ജൈവാംശം കൂടിയ മണ്ണ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസലായനിയാണ്. ഇനി ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാവുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞ് പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാവുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞ് പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് നമ്മൾ പതഞ്ഞ് പൊങ്ങും എന്ന് പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ. അതിൻ്റെ കാരണം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് സ്വതന്ത്രമാകുന്നു.
ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് ഓക്സിജൻ സ്വതന്ത്രമാകുമ്പോൾ ആ ഓക്സിജൻ പുറത്തേക്ക് വരുന്നതാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജന് വേഗത്തിൽ വിഘടിക്കും. അപ്പോൾ ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണെങ്കിൽ നന്നായി പതഞ്ഞു പൊങ്ങും ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുമ്പോൾ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ സ്വതന്ത്രമാവുകയാണ്, പുറത്ത് വരികയാണ്. അങ്ങനെയാണ് അത് പതഞ്ഞ് പൊങ്ങുന്നത്. അതാണ് മണ്ണിലെ ജൈവാംശം ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷണം. അതിനുപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമാകുന്നു. മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, അതുപോലെ ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം. ഒന്നുകൂടി: ജലലഭ്യത, ജലബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമാകുന്നു. മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഈ 4 ഘടകങ്ങൾ. ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ ജൈവസമ്പന്നമാണ്, പക്ഷേ അത് രൂപം എടുക്കുന്നത് അനേകം വർഷങ്ങൾ എടുത്തിട്ടാണ് മേൽമണ്ണ് രൂപപ്പെടുന്നത്. മേൽമണ്ണ് ഏകദേശം 1 അടി കനത്തിൽ കാണപ്പെടുന്നു. മേൽമണ്ണ് കാണപ്പെടുന്നത് ഏകദേശം 1 അടി കനത്തിലാണ്. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. അപ്പോൾ അടിമണ്ണിലാണ് ജൈവാംശം കുറവ്, മേൽമണ്ണിലായിരിക്കും ജൈവാംശം കൂടുതൽ. ജൈവസമ്പന്നമായതാണ് മേൽമണ്ണ്, അത് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. ജൈവാംശം കൂടുതൽ മേൽമണ്ണിലാണ്. മേൽമണ്ണ് ഏകദേശം 1 അടി കനത്തിൽ കാണുന്നു. അടിമണ്ണിനെ അപേക്ഷിച്ച് ജൈവാംശം കൂടുതൽ മേൽമണ്ണിലാണ്. ഇതാണ് മേൽമണ്ണിൻ്റെ പ്രത്യേകതകൾ. ഇനി ജീവനുള്ള മണ്ണ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. മേൽമണ്ണിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇനി ജീവനുള്ള മണ്ണ് എന്നുള്ള ഈ കോളത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. ജീവികളുടെ നിലനിൽപ്പിന് ആധാരം എന്താണ്? മണ്ണ്. എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരുപോലെയല്ല. മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവവസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. മണ്ണിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? വായുണ്ട്, ജലമുണ്ട്, ധാതുക്കളുണ്ട്, ജൈവവസ്തുക്കളുണ്ട്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, വായു, ധാതുക്കൾ, ജൈവവസ്തുക്കൾ എന്നിവ മണ്ണിൽ അടങ്ങിയിരിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി കുറവാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. അതിൻ്റെ കാരണം എന്താണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷി കൂടും. എന്നാലും മണൽ മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്. മണൽ മണ്ണിന് എന്താണ്? ജലാകിരണ ശേഷി കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. മണ്ണിൽ ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. നമ്മൾ വിഘാടകർ എന്ന് പഠിച്ചതാണ്. ഫംഗസ്, ബാക്ടീരിയ എന്നിവ മണ്ണിലുണ്ട്. അത് നമുക്ക് ഉപകാരമുള്ള ഫംഗസും ബാക്ടീരിയയും ഉണ്ട്, രോഗം പരത്തുന്ന ഫംഗസും ബാക്ടീരിയയും ഉണ്ട്. അപ്പോൾ വിഘാടകർ എന്ന് വരുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഫംഗസും ബാക്ടീരിയയും സൂക്ഷ്മജീവികളൊക്കെ. അപ്പോൾ മണ്ണിൽ ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉണ്ട്. ഇവ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ്, വിഘാടകർ എന്നുള്ള ആ കോളത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ബാക്ടീരിയയും ഫംഗസും ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ചുകൊണ്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇനി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ഘടകങ്ങൾ, ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കണ്ടിട്ടുണ്ട്. ജലം 25%, ധാതുക്കൾ 45%, ജൈവവസ്തുക്കൾ 5%, വായു 25%. ഇങ്ങനെയാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൽ വേണ്ട ഘടകങ്ങൾ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൽ ധാതുക്കൾ എത്ര ശതമാനം വേണം എന്ന് ചോദിച്ചാൽ എത്ര പറയാം? 45. ജലം 25, വായു 25, ജൈവവസ്തുക്കൾ 5.
അപ്പോൾ ധാതുക്കളാണ് കൂടുതൽ വേണ്ടത് 45%, ജലവും വായുവും തുല്യ അളവിൽ മതി 25% മതി, കൂടാതെ 5% ജൈവ വസ്തുക്കളും ആവശ്യമാണ്. 5% ജൈവ വസ്തുക്കളും ആവശ്യമാണ്. ഇതാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അപ്പോൾ മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു. ഇനി മണ്ണൊലിപ്പ്, സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് അഥവാ സോയിൽ എറോഷൻ എന്നുള്ള പോർഷൻ എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് മണ്ണൊലിപ്പ് കൂടുതലായി ഉണ്ടാകുന്നത്, മഴക്കാലത്താണ് മണ്ണൊലിപ്പ് കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴുകിപ്പോവാതെ പിടിച്ചു നിർത്തുന്നു. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ മണ്ണിനെ ഒലിച്ചു പോകാതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? മരങ്ങളുടെയോ ചെടികളുടെയോ വേരുകളാണ് മണ്ണിനെ ഒലിച്ചു പോവാതെ തടഞ്ഞു നിർത്തുന്നത്. ഈ മഴക്കാലത്താണ് മണ്ണൊലിപ്പ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെടികളോ മരങ്ങളോ ഒക്കെ ഉള്ളിടത്താണെങ്കിൽ മണ്ണൊലിപ്പ് കുറവായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. അതുപോലെ ചെരിഞ്ഞ പ്രദേശത്തും മണ്ണൊലിപ്പ് കൂടുതലാണ്. ചെരിഞ്ഞ പ്രദേശത്തും മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്തുമാണ് മണ്ണൊലിപ്പ് കൂടുതൽ. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് നടക്കുന്നത്. മരങ്ങളുടെയും ചെടികളുടെയും വേരുകളാണ് മണ്ണൊലിപ്പിനെ തടയുന്നത്. മണ്ണിനും വേണ്ടാത്തത് എന്നാൽ മണ്ണിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ മണ്ണിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഉപയോഗിച്ച ശേഷം പല വസ്തുക്കളും നാം മണ്ണിലേക്ക് വലിച്ചെറിയും. ഇവയിൽ ചില വസ്തുക്കൾ മണ്ണിൽ വിഘടിച്ച് ചേരുന്നവയാണ്. വിഘടിച്ചു ചേരാത്ത വസ്തുക്കൾ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നു. നമ്മളെല്ലാതും മണ്ണിലേക്കാണ് വലിച്ചെറിയുക. അപ്പോൾ അതിൽ ചില വസ്തുക്കൾ, ജൈവ വസ്തുക്കളൊക്കെ ആണെങ്കിൽ മണ്ണിൽ വിഘടിച്ചും, ഈ ബാക്ടീരിയയും ഫംഗസും അത് വിഘടിപ്പിച്ചുകൊണ്ട് മണ്ണിനെ ജൈവ സമ്പുഷ്ടമാക്കുന്നു, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ മണ്ണാക്കി മാറ്റും. എന്നാൽ ചില കാര്യങ്ങൾ, പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും മണ്ണിൽ വിഘടിച്ച് പോവാത്തതാണ്. അതെന്തു ചെയ്യും? അത് അതിൽ നിന്നാലും മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ നശിപ്പിക്കും. അതേപോലെ ഫലഭൂയിഷ്ടി ഇല്ലാതാക്കും. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. പ്ലാസ്റ്റിക് വിഘടനത്തിന് വിധേയമാവുന്നില്ല. അത് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. പ്ലാസ്റ്റിക് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ മണ്ണിനെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് രാസകീടനാശിനികൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നു. രാസവളങ്ങൾ മണ്ണിലെ ചില ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. മണ്ണിരയുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് രാസവസ്തുക്കൾ കാരണമാകുന്നു. ഇപ്പോൾ രാസകീടനാശിനിയായാലും രാസവളങ്ങളാണെങ്കിലും അത് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ തകർക്കുന്ന ഘടകങ്ങളാണ്. അവ കീടങ്ങളെ മാത്രമല്ല കൊല്ലുന്നത്. കീടനാശിനി ഉപയോഗിച്ചാൽ കീടങ്ങൾ മാത്രമല്ല, നമുക്ക് ഉപകാരമുള്ള കുറേ സൂക്ഷ്മജീവികൾ വരെ ചത്തുപോകും. അത് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ ബാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ മണ്ണിൽ ചേർക്കുന്ന രാസവളങ്ങളിലെ ചില ഘടകങ്ങൾ മണ്ണിൽ കൂടുതലാവുന്നു. രാസവളങ്ങളിൽ ചില ഘടകങ്ങളുണ്ടാവും, അത് മണ്ണിലെ അളവ് കൂടുതലാവുന്നു. അപ്പോൾ മണ്ണിരൻ്റെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് ഇത് കാരണമാകുന്നു. ഇപ്പോൾ രാസവള പ്രയോഗവും രാസകീടനാശിനി പ്രയോഗവും മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലെ സൂക്ഷ്മജീവികളെയും ഉപയോഗകാരികളായ സൂക്ഷ്മജീവികളെയും ബാക്ടീരിയയും ഒക്കെ കൊല്ലുന്നു. അപ്പോൾ മണ്ണിൻ്റെ പ്ലാസ്റ്റിക്, അതുപോലെ രാസകീടനാശിനികൾ, രാസവളം എന്നിവ മണ്ണിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം എന്നുള്ളത്. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ഒരു തോടിനെ നശിപ്പിക്കുന്നതിൻ്റെ ആകുലമായ ഒരു ഐക്യശാലായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ തോട്ടിലെ വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. എല്ലാ കാലത്തും ഇത് ജലസമൃദ്ധമായിരുന്നു. കുടിക്കാനൊഴികെ മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ഇതിലെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ക്രമേണ വീടുകളുടെ എണ്ണം കൂടി, അതിനനുസരിച്ച് ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും വർദ്ധിച്ചു. അവിടെ ഇന്നെല്ലാം അല്പാൽപമായി മലിനജലവും മറ്റു മാലിന്യങ്ങളും തോട്ടിലെത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാലിന്യങ്ങൾ വർദ്ധിച്ചു വന്നു. ഇന്ന് ദൂരസ്ഥലങ്ങളിൽ പോലും ആളുകൾ എല്ലാ മാലിന്യങ്ങളും ഈ തോട്ടിൽ കൊണ്ടിടുന്നു. മാലിന്യങ്ങളും അഴുക്കുജലവും നിറഞ്ഞ് ദുർഗന്ധം പരത്തുന്ന ഒരു അഴുക്കുചാലായി ഇത് മാറി. ഇപ്പോൾ തോടിനെ നശിപ്പിച്ച കാര്യമാണ് പറയുന്നത്. തോട് എങ്ങനെ നശിക്കും എന്നുള്ളത്.
ഒക്കെ ഈ പുഴയിൽ നമ്മളെ ജലാശയങ്ങളിലേക്കൊക്കെ വേസ്റ്റുകൾ തുറന്നു വിട്ടിട്ടാണ് ഇത് നശിക്കുന്നത്. ഇനി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം. മാലിന്യങ്ങൾ മണ്ണിൽ മാത്രമാണോ എത്തുന്നത്? നിങ്ങളുടെ പ്രദേശത്തുള്ള കുളം, പുഴ, തോട് തുടങ്ങിയ ജലാശയങ്ങൾ മലിനമായി കിടക്കുന്നുണ്ടോ? ഇനി ഇവിടെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. പുഴ മലിനമാവാനുള്ള കാരണം ജലാശയങ്ങൾ, വണ്ടി കഴുകുന്നത്, അതേപോലെ പശുക്കളെ കഴുകുന്നത്, ഫാക്ടറികളിൽ നിന്ന് വേസ്റ്റ് ഒഴുക്കി വിടുന്നത്, അതേപോലെ ഡ്രൈനേജിലെ വെള്ളം ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത്, പ്ലാസ്റ്റിക് ഒക്കെ നമ്മളെ ജലാശയങ്ങളെ നശിപ്പിക്കുന്നതിനും കാര്യമായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ലഭ്യമായ ജലത്തിൽ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ ലഭ്യമായ ജലസ്രോതസ്സും എത്ര ശതമാനം ജലം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു എന്നുമാണ് ഇതിൽ പറയുന്നത്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് സമുദ്രജലമാണ്. 96.50% സമുദ്രജലത്തിൻ്റെ ജലസ്രോതസ്സ്. 96.50% സമുദ്രജലത്തിൻ്റെ ജലസ്രോതസ്സ്. മഞ്ഞുപാളിയാണെങ്കിലോ 1.73, ഭൂഗർഭജലമാണെങ്കിൽ 1.69, അന്തരീക്ഷ ജലം 0.01, തടാകത്തിലാണെങ്കിൽ 0.01, മറ്റുള്ളവയാണെങ്കിൽ 0.078. അന്തരീക്ഷവും തടാകവും 0.001, മറ്റുള്ളവ 0.078, ഭൂഗർഭജലം 1.69, മഞ്ഞുപാളി 1.73, സമുദ്രജലം 96.50. ഇതാണ് നമുക്ക് ഭൂമിയിൽ ലഭ്യമായ വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമായ ജലത്തിൻ്റെ ശതമാനം. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നമുക്ക് കുടിവെള്ളം ഉള്ളൂ എന്നതാണ് ഈ ഒരു കണക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ജലത്തിൻ്റെ ഗുണനിലവാരം എന്നുള്ള ഒരു കോളമുണ്ട്. ഇതിൽ നമുക്ക് ജലത്തിൻ്റെ pH മൂല്യം പറയുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജലത്തിൻ്റെ ഗുണനിലവാരം അത് ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജലത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. കുടിവെള്ളത്തിനാണ് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത്. കുടിവെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണനിലവാരം ആവശ്യമുള്ളത്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ജലത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ധാതുക്കളുണ്ട്, ഓക്സിജൻ ഉണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, അതുപോലെ അലേയ മാലിന്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ജലത്തിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നത്. ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ. ഇനി ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. ശുദ്ധജലത്തിന് നിർവീര്യ സ്വഭാവമാണ് ഉള്ളത്. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നിർവീര്യ സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. എന്നാൽ കുടിവെള്ളം ഒരിക്കലും നിർവീര്യമല്ല. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ് വരുന്നത്? 6.5 മുതൽ 7 വരെയാണ് കുടിവെള്ളത്തിൻ്റെ pH മൂല്യം. നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ അത് നിർവീര്യമാണ്. എന്നാൽ കുടിവെള്ളത്തിൻ്റെ pH മൂല്യം 6.5 മുതൽ 7 വരെയാണ്. ശുദ്ധജലത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ pH മൂല്യം 6.5 മുതൽ 7 വരെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടും. ശുദ്ധജലത്തിൻ്റെയും ചോദിച്ചിട്ടുണ്ട്, ജലത്തിൻ്റെയും ചോദിച്ചിട്ടുണ്ട്, കുടിവെള്ളത്തിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. കുടിവെള്ളമാണെങ്കിൽ 6.5 മുതൽ 7 വരെയാണ്. ശുദ്ധജലമാണെങ്കിൽ 7, നിർവീര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നുള്ള ഒരു ഭാഗമുണ്ട്, അത് നോക്കാം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ, അത് വാട്ടർ ഫിൽറ്ററിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെയാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്.
എങ്ങനെയാണ് നമുക്ക് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്. സൂക്ഷ്മജീവികൾ വളരാനിടയായ സാഹചര്യത്തിലുള്ള ജലം നമ്മൾ കുടിക്കുമ്പോഴാണ് നമുക്ക് ജലത്തിലൂടെയുള്ള രോഗങ്ങൾ പകരുന്നത്. വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിലുള്ള ഒരു കാരണം. വിസർജ്യ വസ്തുക്കളും അതുപോലെ മറ്റു മാലിന്യങ്ങളും നമ്മളെ കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിനുള്ള ഒരു കാരണം. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ എത്തുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മളെ വിസർജ്യ വസ്തുക്കളുടെ ജലത്തിലെത്തുന്ന ബാക്ടീരിയ ഏതാണ്? ഈക്കോളി ബാക്ടീരിയയാണ്. ഈക്കോളി ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് തിളപ്പിച്ചാലും ചാവാത്ത ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വിസർജ്യ വസ്തുക്കളുടെയാണ് ഈക്കോളി ബാക്ടീരിയ ജലത്തിൽ പ്രവേശിക്കുന്നത്, കുടിവെള്ളത്തിൽ വരുന്നത്. അപ്പോൾ അത് ഈക്കോളി ബാക്ടീരിയ എന്തിന് കാരണമാകുന്നു? ഡയേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. ഈക്കോളി ബാക്ടീരിയ കാരണമാകുന്ന രോഗമാണ് ഡയേറിയ. ഈക്കോളി ബാക്ടീരിയ വിസർജ്യ വസ്തുക്കളുടെ ജലത്തിലെത്തുന്നു, അത് ഡയേറിയക്ക് കാരണമാകുന്നു. പിന്നീട് ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങളാണ്. ഡയേറിയ നമ്മൾ പറഞ്ഞു, ഈക്കോളി ബാക്ടീരിയ. ഇനി കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ഒന്നുകൂടി, ജലത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങൾ അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങൾ ഏതാണ്? ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ഈക്കോളി ബാക്ടീരിയ കാരണമാകുന്ന രോഗം ഡയേറിയാണ്. ഈക്കോളി ബാക്ടീരിയ എങ്ങനെയാണ് കുടിവെള്ളത്തിലെത്തുന്നത്? വിസർജ്യ വസ്തുക്കളിലൂടെയാണ്. വിസർജ്യ വസ്തുക്കൾ കുടിവെള്ളത്തിൽ കലരുമ്പോൾ അതിലൂടെയാണ് ഈക്കോളി ബാക്ടീരിയ കുടിവെള്ളത്തിൽ എത്തുന്നത്. ഇനി നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ, അതായത് വെള്ളം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജലശുദ്ധീകരണം. നിങ്ങളുടെ പ്രദേശത്ത് ജലശുദ്ധീകരണത്തിനായി പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന രീതികൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പരമ്പരാഗതമായി നമ്മൾ ജലശുദ്ധീകരണം നടത്തിയതിൻ്റെ ഫോട്ടോ ആണ് ഇങ്ങനെ. പഴയ കാലത്ത് ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ജലം ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. മുകളിൽ ചരൽ, നടുവിൽ മണൽ, അടിയിൽ കരി ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കുക. എല്ലാറ്റിനും ഓട്ടം ഉണ്ടാവും. അങ്ങനെ മുകളിൽ പാർന്ന വെള്ളം താഴെ എത്തുമ്പോൾ ശുദ്ധമായി ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വൻതോതിലൊന്നും ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ജലശുദ്ധീകരണശാല അഥവാ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ജലശുദ്ധീകരണശാല അഥവാ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ പ്രവർത്തനങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അവിടെ കുറേ ഘട്ടങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജലം, പിന്നെ ഇവിടെ കണ്ടു എയറേറ്റർ, അതേപോലെ കൊയാഗുലേറ്റർ, ഫ്ലോക്കുലേറ്റർ, അതുപോലെ ഫിൽറ്റർ, പിന്നെ ക്ലോറിനേറ്റർ, അതിനുശേഷം ശുദ്ധജല സംഭരണി. നമുക്ക് ഇവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നടക്കുന്ന സംഭവങ്ങളെ ജസ്റ്റ് ഒരു ഡയഗ്രാം, ഒരു ഫോട്ടോയാക്കി തന്നിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇനി ഇത് ഓരോ ഘട്ടങ്ങളുണ്ട്, മൊത്തം 6 ഘട്ടമാണ്. അത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ജലശുദ്ധീകരണത്തിന് 6 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് എയറേഷൻ. എയറേഷൻ എന്നുള്ളത് ഫസ്റ്റ് ഘട്ടമാണ്. എന്താണ് എയറേഷനിൽ നടക്കുന്നത്? ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. എയറേഷൻ എന്ന് പറഞ്ഞാൽ ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് എയറേഷൻ. ഇതുമൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. അപ്പോൾ എയറേഷൻ മുഖേന ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. ജലത്തെ വായുവുമായി കടത്തുന്നതാണ് ഫസ്റ്റ് ഘട്ടം, അതാണ് എയറേഷൻ. അതുമൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് കൊയാഗുലേഷൻ. എന്താണ് കൊയാഗുലേഷൻ? കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ. അപ്പോൾ കൊയാഗുലേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു.
ഇതിനു വേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയുന്നു. pH ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പോൾ ഇവിടെ ജലശുദ്ധീകരണശാലയിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടവുമാണ് കൊയാഗുലേഷൻ. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ജലത്തിൽ കലർന്ന് കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കും. ജലത്തിൽ കലർന്ന് കിടക്കുന്ന മിക്സായി കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെയൊക്കെ അടിയിക്കും. അടിയിച്ചിട്ട് അതിൽ അടിയിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ആലം ചേർക്കുന്നു. ഈ ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആലം ചേർക്കുന്നു. അപ്പോൾ ജലത്തിൽ കലർന്ന് കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിലാണ് കൊയാഗുലേഷനിലെ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ്. അതിനു വേണ്ടി എന്ത് ചെയ്യും? ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയും. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയുന്നു. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ആലം ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജലത്തിൻ്റെ pH മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് pH മൂല്യം ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. കൊയാഗുലേഷൻ മെത്തേഡിൽ ആലം ചേർക്കുമ്പോൾ ആലം എന്തിനാണ് ചേർക്കുന്നത്? ഖരപദാർത്ഥങ്ങൾ അടിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജലത്തിലെ ഖരപദാർത്ഥങ്ങൾ അടിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ആലം. പക്ഷേ ആലം ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? pH മൂല്യം, ജലത്തിൻ്റെ pH മൂല്യം കുറയും. അപ്പോൾ പിന്നീട് നമുക്ക് pH മൂല്യം ഉയർത്തണം, ആ നോർമൽ ലെവലിലേക്ക് ആക്കണം. കുടിവെള്ളമാണല്ലോ. അപ്പോൾ അത് ഉയർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? കുമ്മായമാണ് ചേർക്കുന്നത്. pH മൂല്യം ഉയർത്താൻ വേണ്ടി കൊയാഗുലേഷൻ മെത്തേഡിൽ കുമ്മായം ചേർക്കുന്നു. അടുത്ത മെത്തേഡാണ് ക്ലാരിഫ്ലോക്കുലേഷൻ. ക്ലാരിഫ്ലോക്കുലേഷനിൽ എന്താണ് നടക്കുന്നത്? മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. നമ്മളെ കൊയാഗുലേഷനിൽ നമ്മൾ ഖരമാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ അത് ഫുള്ള് അടിഞ്ഞു കൂടിയ ശേഷം തെളിഞ്ഞ വെള്ളം എന്ത് ചെയ്യും? ഫിൽറ്ററിലേക്ക് കടത്തി വിടുന്നതാണ് ക്ലാരിഫ്ലോക്കുലേഷൻ. ക്ലാരി പേരിൽ തന്നെ ഉണ്ടല്ലോ, ക്ലാരിറ്റി, തെളിഞ്ഞ വെള്ളം. അപ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് കടത്തി വിടുന്നതാണ് ക്ലാരിഫ്ലോക്കുലേഷൻ. പിന്നെ ഫിൽറ്ററിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ഫിൽട്രേഷനാണ്. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്ററിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? മുകളിലാണെങ്കിൽ മണലും അടിയിലോ വലിപ്പം കൂടിയ കല്ലുകളും. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊയാഗുലേഷൻ ചെയ്തു, അങ്ങനെ ഖരമാലിന്യങ്ങൾ അടിഞ്ഞ് അവിടുന്ന് നേരെ തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് കടത്തു. അപ്പോൾ ഈ തെളിഞ്ഞ വെള്ളത്തിലും അടിയാതെ കിടക്കുന്ന കുറേ മാലിന്യങ്ങളുണ്ടാവും. അതേപോലെ അവയെ ശുദ്ധീകരിക്കുന്നതിനാണ് ഫിൽട്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി എന്താണ്? മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളും ആണ് ഫിൽട്രേഷൻ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഫിൽട്രേഷൻ യൂണിറ്റിന് ശേഷം പിന്നെ നടക്കുന്നത് എന്താണ്? ക്ലോറിനേഷനാണ്. ഫിൽറ്റർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. ക്ലോറിനേഷൻ അഞ്ചാമത്തെ ഘട്ടമാണ് ക്ലോറിനേഷൻ. അവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ ജലം അവസാനം ഫിൽറ്റർ ചെയ്തു. ആ ഫിൽറ്റർ ചെയ്ത ജലത്തെ അണുവിമുക്തമാക്കണം, അണുക്കളൊന്നും ഇല്ലാതിരിക്കണം. അതിനെന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ചേർക്കും, അല്ലെങ്കിൽ ക്ലോറിൻ വാതകം ചേർക്കും. അപ്പോൾ ഫിൽറ്റർ ചെയ്ത് വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ എന്തൊക്കെ ചേർക്കുക? ഒന്നല്ലെങ്കിൽ ക്ലോറിൻ വാതകം ചേർക്കും, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ചേർക്കും. നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ജലത്തെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ ക്ലോറിൻ വാതകം, ഓപ്ഷനിൽ ക്ലോറിൻ വാതകം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ബ്ലീച്ചിങ് പൗഡർ എന്നാണെങ്കിൽ അത് കൊടുക്കാം. ഇതേത് മെത്തേഡാണ്? ക്ലോറിനേഷൻ എന്നുള്ള മെത്തേഡാണ്. ഇനി അത് കഴിഞ്ഞ ആറാമത്തെ ഘട്ടമാണ്, അവസാനത്തെ ഘട്ടം, സംഭരണം. എല്ലാ ശുദ്ധീകരണങ്ങളും ശേഷം പ്യുവർ വാട്ടർ, ശുദ്ധീകരിച്ച ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിച്ച ജലം, ആറാമത്തെ ഘട്ടത്തിൽ ശുദ്ധീകരിച്ച എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ശുദ്ധീകരിച്ച ജലസംഭരണിയിൽ, ശുദ്ധജല സംഭരണിയിൽ വലിയ ടാങ്കുകളിൽ ശേഖരിച്ച് വെക്കുന്നു. അപ്പോൾ പ്രധാനമായും 6 ഘട്ടത്തിലാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അഥവാ ജലശുദ്ധീകരണശാലയിൽ 6 ഘട്ടത്തിലാണ് നമുക്ക് ശുദ്ധീകരണം നടക്കുന്നത്. ആദ്യത്തെ ഘട്ടമാണ് എയറേഷൻ. അത് വായുമായി കലർത്തുന്നു. അപ്പോൾ അതുമൂലം എന്താണ് മെച്ചം? ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കും.
പിന്നീട് പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷനിൽ എന്താ സംഭവിക്കുന്നത്? ജലശുദ്ധീകരണ ശാലയിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനമാണ് കൊയാഗുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. കൊയാഗുലേഷനിൽ എന്താണ് നടക്കുന്നത്? കൊയാഗുലേഷനിൽ നമ്മളെ ജലത്തിൽ ഖരമാലിന്യങ്ങൾ ഉണ്ടാവും. അത് അടിഞ്ഞു കൂടുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? അതിലേക്ക് ആലം ചേർക്കും. ആലം ചേർക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം കുറയും. അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് കുമ്മായം ചേർത്ത് pH മൂല്യം ക്രമീകരിക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് ആ തെളിഞ്ഞ ജലം, ഖരമാലിന്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുള്ള തെളിഞ്ഞ ജലം ക്ലാരി ഫ്ലോക്കുലേഷൻ, അതായത് മാലിന്യങ്ങൾ അടിഞ്ഞ ജലം വെള്ളം ഫിൽറ്ററിലേക്ക്, ആ തെളിഞ്ഞ വെള്ളത്തെ എന്ത് ചെയ്യും? ഫിൽറ്ററിലേക്ക് കടത്തിവിടും. പിന്നീട് അവിടെ ഫിൽട്രേഷനാണ്. പിന്നെ ആ തെളിഞ്ഞ വെള്ളത്തിൽ മടിയാത്ത കിടക്കുന്ന കുറേ മാലിന്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ മുകളിൽ മണലും അടിയിൽ വലിപ്പമുള്ള കല്ലുകളുമുള്ള ഫിൽറ്റർ യൂണിറ്റിലേക്ക് കടത്തിവിട്ട് അവിടെ ഫിൽറ്റർ ചെയ്യുന്നു, ശുദ്ധീകരിച്ച് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? ആ വെള്ളത്തെ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ ക്ലോറിൻ വാതകമോ ചേർക്കും. പിന്നെ നമ്മൾ ശുദ്ധജലം ടാങ്കുകളിൽ സംഭരിക്കുന്നു. ഇനി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫിൽട്രേഷൻ യൂണിറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഫിൽറ്റർ ഉണ്ടാവും, വാട്ടർ പ്യൂരിഫയറുകൾ ഉണ്ടാവും, ചെറിയ യൂണിറ്റ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ഫിൽറ്റർ യൂണിറ്റും അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറിൽ എന്തൊക്കെയാണുള്ളത്? വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി എന്തൊക്കെയാണുള്ളത്? അൾട്രാ വയലറ്റ് രശ്മികൾ, അതുപോലെ ഫിൽറ്റർ യൂണിറ്റും. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പ്യൂരിഫയറുകളിൽ, വാട്ടർ പ്യൂരിഫയറുകളിൽ എന്തൊക്കെയാണുള്ളത്? ഫിൽറ്റർ യൂണിറ്റുമുണ്ട്, അതുപോലെ അൾട്രാ രശ്മികൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളെ ഏത് UV എന്നിങ്ങനെ കാണും, അൾട്രാ വയലറ്റ് രശ്മിൻ്റെ ചിഹ്നം ഇങ്ങനെ കാണും നമ്മളെ പ്യൂരിഫയറിനൊക്കെ. UV എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഫിൽറ്റർ യൂണിറ്റും ഉണ്ടാവും, അതുപോലെ അൾട്രാ വയലറ്റ് രശ്മി കടത്തിവിടുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമാണ് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ക്ലോറിനേഷൻ ആകുമ്പോൾ നമുക്കവിടെ ക്ലോറിൻ വാതകമോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അതിന് പകരം അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉപയോഗിക്കുന്നത്. ക്ലോറിനേഷന് പകരം അൾട്രാ വയലറ്റ് രശ്മികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വെള്ളം ശുദ്ധീകരണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പറയുന്നത്. ഇനി മലിനമാകുന്ന വായു എന്നുള്ള ഈ ടോപ്പിക്കിൽ ആദ്യം നമുക്ക് വായുവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. എത്ര ശതമാനം എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഡയഗ്രം ഉണ്ട്. ഈ ഡയഗ്രം ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ഓരോ അതിലടങ്ങിയിട്ടുള്ള വാതകങ്ങളും എത്ര ശതമാനം ആണ് എന്നുള്ളത് നോക്കാം. വായുവാണ് ഇത്, വായുവിൻ്റെയാണ്. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? നൈട്രജനാണ്. നമ്മൾ ആ സസ്യങ്ങളുടെ കാര്യം പറഞ്ഞു. വായുവിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണെങ്കിൽ കൂടി സസ്യങ്ങൾക്ക് ഈ നൈട്രജനെ വായുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അവർക്ക് നൈട്രജൻ കിട്ടുന്നത്? അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് റൈസോബിയം ബാക്ടീരിയയുടെ പ്രവർത്തനം. അവ നൈട്രേറ്റുകളാക്കുന്നു. നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി വേരിൽ സംഭരിച്ച് പിന്നെ ആ ചെടികൾ നശിച്ച് മണ്ണിൽ ചേരുമ്പോഴാണ്, അങ്ങനെയാണ് നൈട്രജന് ചെടികൾക്ക് ലഭിക്കുന്നത്. സസ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട, വളരെ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജൻ. അപ്പോൾ വായുവിൽ 78% നൈട്രജനാണ്. വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജനാണ്. 78% വായുവിൽ നൈട്രജൻ ഉള്ളത്. ഓക്സിജൻ എത്ര ശതമാനമുണ്ട് വായുവിൽ? പിന്നീടുള്ളത് രണ്ടാമത് കൂടുതലുള്ളത് ഓക്സിജനാണ്. 20.9% ഓക്സിജനാണ് വായുവിലുള്ളത്. അന്തരീക്ഷ വായുവിൽ 78% നൈട്രജനും 20.9% ഓക്സിജനും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03% കാർബൺ ഡൈ ഓക്സൈഡും, പിന്നെ ബാക്കിയുള്ളവ എത്രയാണ്? 1.07%. ഒന്നുകൂടി നോക്കാം, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. 78%. വായുവിൻ്റെ 78% നൈട്രജനാണ്. നൈട്രജൻ്റെ പ്രത്യേകത എന്താണ്? സസ്യങ്ങൾക്ക് വളരുന്നതിന് ഏറ്റവും ആവശ്യമായ ഘടകമാണ് നൈട്രജൻ.
അപ്പോൾ അവയെ അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നൈട്രജൻ അവർക്ക് ഉപയോഗപ്പെടുന്നത്? നൈട്രേറ്റ് ബാക്ടീരിയകളുണ്ട്, നമ്മുടെ റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ ഈ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി ആ ചെടികൾ മണ്ണിൽ നശിച്ചിട്ട് ആ മണ്ണിൽ നിന്നാണ് സസ്യങ്ങൾ നൈട്രജന് ലഭിക്കുന്നത്. അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, ഓക്സിജന് 20.9%, മറ്റുള്ളവ ബാക്കിയുള്ളതൊക്കെ കൂടി 1.07%. ഇങ്ങനെയാണ് അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുടെ ശതമാനം. ഓക്കെ, ഇനി ഇവിടെ ഡയഗ്രാം നമ്മൾ കണ്ട ഈ ഒരു മഞ്ഞ പോലത്തെ ഈ മഞ്ഞ കളർ, മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച് മിക്സ് മഞ്ഞ, ഏതായാലും ആ കളറാണ് നൈട്രജൻ്റെ അളവ്. ഇനി നമുക്ക് വായു മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഒരു ഇതിലുണ്ട്, അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു മലിനമായി എന്ന് പറയാം. കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അന്തരീക്ഷ വായുവിൻ്റെ നമ്മൾ ഘടന ഇപ്പോൾ കണ്ടു. പിന്നെ ഇപ്പോൾ നമ്മൾ ആ എത്ര ശതമാനം നൈട്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ അളവിൽ ഇതിൻ്റെ തോതിൽ ഏതെങ്കിലും ഒരു ഘടകം കൂടുതലായി കഴിഞ്ഞാൽ അതാണ് വായു മലിനീകരണം. ഏതെങ്കിലും ഒരു ഘടകം ആ അന്തരീക്ഷ വായുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അതിനെയാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. ഇത് വളരെ അളവിൽ കൂടിയ രീതിയിൽ വായു മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതാണ് ഇവിടെ പറയുന്നത്. അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു മലിനമായി എന്ന് പറയാം. കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ പുതിയതായി എന്തിൻ്റെങ്കിലും അളവ് കൂടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് വായു മലിനീകരണം. അത് അമിതമായ തോതിൽ കൂടിക്കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ നൈട്രജൻ 78% ഉണ്ട്, അതൊരു 82% ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് 0.3 ഉള്ളത് അത് കൂടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതിലെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പെർസെൻറ്റേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ അതാണ് വായു മലിനീകരണം എന്ന് പറയാം. ഇത് വളരെ ഉയർന്ന രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകും. ഇനി വായു മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. വാതകം, അതുപോലെ സ്രോതസ്സ്, ദൂഷ്യങ്ങൾ. വായുവിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സ്രോതസ്സിൽ നിന്നാണ് വരുന്നതെന്നും അതങ്ങനെ കൂടുതൽ വന്നാലുള്ള ദോഷങ്ങൾ എന്താണ് എന്നുള്ളതുമാണ് നമുക്കിനി പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ആദ്യത്തെ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ആദ്യത്തെ വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് വരുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നാണ് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് കാർബൺ മോണോക്സൈഡ് വരുന്നത്. ഇതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് കൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് ഏതാണ്? കാർബൺ മോണോക്സൈഡാണ്. കാർബോക്സി ഹീമോഗ്ലോബിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ പുകയിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതെന്ത് ചെയ്യും? മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. അതിൻ്റെ ഫലമായി എന്ത് ചെയ്യും? രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയും. നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയും. അപ്പോൾ വാഹനങ്ങളുടെ പുകയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് കലരുന്നതാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ എന്താണ് ദോഷം? നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ഈ കാർബോക്സിൻ ഹീമോഗ്ലോബിൻ ഉണ്ടായാൽ എന്താണ് പ്രശ്നം? നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്.
ആ കഴിവിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശേഷി കുറക്കുന്നു. അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ പറഞ്ഞു, നമ്മളെ വാഹനങ്ങളുടെ പുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് വരുന്നത്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോഴാണ്. നമ്മുടെ വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെയും പ്രതീക്ഷിക്കാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിലെത്തുന്നത്? വാഹനങ്ങളുടെ പുകയിൽ നിന്നാണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ വിറക്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ, വിറക് അതുപോലെ കൽക്കരി എന്നിവ കത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ആഗോള താപനത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആഗോള താപനത്തിന് കാരണമാകുന്ന ഒരു ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വിറക്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന ഒരു വാതകം. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫാക്ടറികളിൽ നിന്നാണ്. സൾഫർ ഡൈ ഓക്സൈഡ് ഫാക്ടറികളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫാക്ടറികളുടെ പുകയിൽ നിന്നൊക്കെ പകരുന്ന അന്തരീക്ഷത്തിൽ കടക്കുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കലരുന്നത് അല്ലെങ്കിൽ വായുവിൽ കലരുന്നത്? ഫാക്ടറികളിൽ നിന്നാണ്. ഈ ഫാക്ടറികളുടെ പുകക്കുഴലിലൂടെയൊക്കെ പുറത്തു വരുന്ന പുകയാണ് സൾഫർ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് കൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന് അസ്വസ്ഥത ഉണ്ടാവും, അതേപോലെ ശ്വാസകോശ അർബുദം ഉണ്ടാവും, ആസ്മ ഉണ്ടാവും. ആസ്മയ്ക്ക് കാരണമാവും, കണ്ണിന് അസ്വസ്ഥത ഉണ്ടാവും, ശ്വാസകോശ അർബുദം എന്നിവയ്ക്ക് കാരണമാകുന്നത് ഫാക്ടറിയുടെ പുകക്കുഴലിലൂടെ പുറത്തു വരുന്ന, ഫാക്ടറികളിലൂടെ പുറന്തള്ളപ്പെടുന്ന സൾഫർ ഡൈ ഓക്സൈഡാണ്. ഇനി നൈട്രജൻ്റെ ഓക്സൈഡുകൾ. അടുത്തതാണ് നൈട്രജൻ്റെ ഓക്സൈഡുകൾ. നൈട്രജൻ്റെ ഓക്സൈഡുകൾ അന്തരീക്ഷ വായുവിൽ എത്തുന്നത് എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ്. നൈട്രജൻ്റെ ഓക്സൈഡുകൾ അന്തരീക്ഷ വായുവിൽ കലരുന്നത് എവിടെ നിന്നൊക്കെയാണ്? വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും. അപ്പോൾ ഫാക്ടറികളിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ട്, നൈട്രജൻ്റെ ഓക്സൈഡുകളുണ്ട്. വാഹനങ്ങളിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അതുപോലെ നൈട്രജൻ്റെ ഓക്സൈഡുകളുമുണ്ട്. അപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡുകൾ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ് അന്തരീക്ഷ വായുവിൽ കലരുന്നത്. ഇതുകൊണ്ടുള്ള ദൂഷ്യം എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമാവും. അമ്ലമഴയ്ക്ക് കാരണമാവും. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാവുന്നത് എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വന്ന ഒരു ഭാഗമാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക, നോട്ട് ചെയ്യാത്തവരും മനസ്സിലാകാത്തവരും ഒന്നുകൂടി മനക്ക് ഓർത്ത് വെക്കുക. ഓക്കെ. കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളുടെ പുകയിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഇതുകൊണ്ടുള്ള ദൂഷ്യം എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായാൽ അത് രക്തത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൻ്റെ ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശേഷി കുറക്കും. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് നമ്മൾ വിറക്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അത് ആഗോള താപനത്തിന് കാരണമാവും. ഹരിതഗൃഹവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് സൾഫർ ഡൈ ഓക്സൈഡാണ്. സൾഫർ ഡൈ ഓക്സൈഡ് കാര്യമായിട്ട് വരുന്നത് ഫാക്ടറികളിൽ നിന്നാണ്. ഈ ഫാക്ടറികളുടെ പുകക്കുഴലിലൂടെയൊക്കെ പുറന്തള്ളപ്പെടുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ അത് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കും, അതേപോലെ ശ്വാസകോശ അർബുദത്തിനും ആസ്മക്കും കാരണമാകും. ശ്വാസകോശ അർബുദത്തിനും ആസ്മക്കും കാരണമാകും. അടുത്തത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടും, അതുപോലെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടും നൈട്രജൻ്റെ ഓക്സൈഡുകൾ. ഇത് അമ്ലമഴയ്ക്ക് കാരണമാകും. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. ഇനി ഇവിടെ വളരുന്ന നഗരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വാക്കുകളാണ്. ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനുള്ളൂ, നോട്ട് ചെയ്യേണ്ട പോയിൻറ്റുകളൊന്നുമില്ല, ഓരോരുത്തർ പറയുന്നതാണ്. ആദ്യം നമുക്ക് ട്രാഫിക് പോലീസുകാരൻ പറയാം. കഴിഞ്ഞ 5 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഓരോ ദിവസവും വാഹനങ്ങൾ കൂടി വരികയാണ്, വായു മലിനീകരണവും കൂടുന്നു. എനിക്ക് പലപ്പോഴും ശക്തമായ ചുമ ഉണ്ടാകാറുണ്ട്. ഡോക്ടർ പറഞ്ഞത്
വാഹനങ്ങളിലെ പുക ഞാൻ വല്ലാതെ ശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ്. ഇനി ഒരു വീട്ടമ്മ പറയാൻ മറ്റു നഗരങ്ങളില്ലാത്ത പല സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പാചക ഗ്യാസ് പൈപ്പിലൂടെ നേരിട്ട് വരുന്നു. ഗ്യാസ് സിലിണ്ടർ നിറക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല. അരിയും പച്ചക്കറികളും എല്ലാം ലഭിക്കുന്ന വലിയ കടകളുണ്ട്. ഇനി ഒരു സാധാരണക്കാരൻ വേറൊരാൾ പറയാണ്, ഈ നഗരത്തെ സേവിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് വളരെ വിഷമം പിടിച്ച ജോലി തന്നെ. ഓരോ വർഷവും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടാനാകുന്നില്ല. എല്ലാ നഗരവാസികൾക്കും വിതരണം ചെയ്യാൻ എവിടെ നിന്നാണ് ശുദ്ധജലം ലഭിക്കുക? ജനങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് തള്ളുക? തൽക്കാലം പ്രശ്നമില്ലെന്ന് ആളുകൾക്ക് തോന്നും, പക്ഷേ നാളെ വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ പറയാം. ഇനി വയസ്സായൊരു മുത്തച്ഛൻ എന്താണ് പറയുന്നത്? ഈ നഗരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ വിചാരിക്കുന്നത് രാജ്യത്തിലെ ഏറ്റവും നല്ല നഗരമാണ് ഇത് എന്നാണ്. പക്ഷേ അവർ പഴയ നഗരം കണ്ടിട്ടില്ല. പല ജലാശയങ്ങളും നികത്തിയാണ് അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിടങ്ങൾ നിർമ്മിക്കാനും റോഡുകൾ ഉണ്ടാക്കാനും മരങ്ങളെല്ലാം മുറിച്ചു. പഴയ തലമുറയിൽപ്പെട്ട ഒരു അപ്പൂപ്പൻ പറയാം. ഇനി നമ്മളെ പോലെ ചെറിയൊരു ചെറുക്കം പറയാണ്, ഒരു ചെറുപ്പക്കാരൻ. ഈ നഗരം തികച്ചും അത്ഭുതാവാഹം തന്നെ. ഇവിടെ ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. ഇത്ര ഉയർന്ന ശമ്പളം മറ്റൊരിടത്തും ലഭിക്കില്ല. പൊതുഗതാഗത സൗകര്യങ്ങൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, സ്കൂളുകൾ, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഗംഭീരം തന്നെ. ഈ നഗരം ജീവൻ തുളുമ്പുന്നതാണ്. ഇങ്ങനെ 6 വ്യത്യസ്തമായ ആളുകളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതായത് അവരെങ്ങനെയൊക്കെ ആ നഗരത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ശരിക്കും നഗരം വളരുകയാണോ അതോ നശിക്കുകയാണോ എന്നുള്ളത് നമ്മളോട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി പഠന പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. വിലയിരുത്താം എന്നുള്ളതിൽ താഴെ പറയുന്ന സാമ്പിളുകളിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, കൊയാഗുലേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു കുമ്മായം ചേർക്കുന്നതും ആലം ചേർക്കുന്നതും. അപ്പോൾ നമ്മൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യവും കുടിവെള്ളത്തിൻ്റെ pH മൂല്യവും നമ്മൾ മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് വരിക? അപ്പോൾ താഴെ പറയുന്ന സാമ്പിളുകളിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH മൂല്യം 7, pH മൂല്യം 9, pH മൂല്യം 8, pH മൂല്യം 5. ഇതിലേതിലാണ് ചേർക്കേണ്ടത്? നമുക്കറിയാം. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 എന്നാൽ കുടിവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ്. അപ്പോൾ ഇതിൽ കുടിവെള്ളമായ ഏതിലാണ് നമ്മൾ ചേർക്കേണ്ടത് എന്ന് നോക്കിയാൽ pH മൂല്യം കുറഞ്ഞ ഓപ്ഷൻ ബി ആണ്. pH 5. pH മൂല്യം 5 ഉള്ളതിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അപ്പോൾ pH മൂല്യം ഉയരും. 8, 9 ഒക്കെ പറയുമ്പോൾ pH മൂല്യം കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മൾ കുമ്മായം ചേർക്കേണ്ട ആവശ്യമില്ല. കുമ്മായം ചേർത്താൽ pH മൂല്യം കൂടുകയാണ് ചെയ്യുക. ആലം ചേർക്കുമ്പോൾ pH മൂല്യം കുറയും. നമ്മളെ ഖരമാലിന്യങ്ങൾ അടിയിൽ കൂടും. ഖരമാലിന്യങ്ങൾ അടിയുന്നതിന് വേണ്ടിയിട്ടാണ് ആലം ചേർക്കുന്നത്. അങ്ങനെ അടിഞ്ഞു കഴിയുമ്പോൾ പക്ഷേ pH മൂല്യം കുറവ് വരും. അപ്പോൾ ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കുമ്മായം ചേർക്കുന്നത് എന്ന് നമ്മൾ ആ കൊയാഗുലേഷൻ മെത്തേഡിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. നമ്മൾ ചേർക്കേണ്ടത് ഓപ്ഷൻ ബിയിലാണ്. pH മൂല്യം 5 ഇതിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഒരു പരീക്ഷണം തന്നിക്കാണ്. എന്നിട്ട് നമുക്ക് 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ച് ജലം ഒഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ് എന്നാണ് ചോദ്യം. എ, മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. ബി, മണ്ണിന് ജലാകിരണശേഷി കുറവാണ്. സി, മണ്ണിന് ജലാകിരണശേഷി കൂടുതലാണ്. ഡി, കൃഷിക്ക് യോജ്യമായ മണ്ണാണ്. ഇതിൽ ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മണ്ണിന് ജലാകിരണശേഷി കൂടുതലാണ്. ചരൽ മണ്ണ് നിറച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളം താഴേക്ക് ദ്വാരത്തിലൂടെ പുറത്തു പോകുന്നുവെങ്കിൽ അതിന് ജലാകിരണശേഷി കുറവാണ് എന്നർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ ഉത്തരം വരിക. മണ്ണിൽ ജൈവാംശം കൂടുതലാണെങ്കിൽ പതുക്കെ പോരുള്ളൂ. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണശേഷി കൂടും. പിന്നെ ജലാകിരണശേഷി കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം ഊർന്നിറങ്ങിയത്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ജൈവാംശം ടെസ്റ്റ് ചെയ്യണം. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്.
അത് നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യം പഠിച്ചാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ജൈവാംശം ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിന് ചേർക്കേണ്ട ഘടകം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. നമ്മളിവിടെ ജൈവാംശത്തിൻ്റെ ടെസ്റ്റ് ഇവിടെ പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ ജൈവാംശം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചേർക്കുന്ന ഘടകം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ മോഡ്യൂളിൽ തന്നെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.